പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് പോലും പേടിയില്ലാത്തവരോ ചിന്തയില്ലാത്തവരോ ആയിട്ട് നമ്മൾ മാറുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഖബറിനെ കുറിച്ച് പാടിവെക്കുന്ന മനോഹരമായ ഒരു കവിതാ ശകലമുണ്ടല്ലോ. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാൽ ഇരുഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ തൻ വാവിട്ടു നീ കരയേണ്ടതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവെക്കപ്പെടുമ്പോ ആ ഖബറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ പൊട്ടി പൊട്ടി കരയുകയാണ്. ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയല്ലയോ? ആ ഉസ്മാൻ തങ്ങള് ഓരോ സഹാബിമാരുടെയും ഖബർ കാണുമ്പോ, മയ്യത്ത് കാണുമ്പോ പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, അല്ല ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഉസ്മാൻ തങ്ങളെ? ആ ഉസ്മാൻ തങ്ങള് പറയുകയാണ്, ഖബറെന്ന് പറഞ്ഞാ വല്ലാത്തൊരു ഭവനമാ. ആ ഖബറിൽ രക്ഷപ്പെട്ട പൊന്നുമോനെ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം അടിപൊളിയാ. ആ ഖബറിലെങ്ങാണ് നമ്മൾ പരാജയപ്പെട്ടു പോയാ പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ പോലും നിൽക്കണ്ട. വല്ലാത്ത അദാബായിരിക്കും പെങ്ങള്, വല്ലാത്ത അദാബായിരിക്കും ചെറുപ്പക്കാരാ. പക്ഷേ ഹറാമുകളിൽ മുങ്ങിക്കുളിച്ച ചെറുപ്പക്കാര്, ഹറാമുകളിൽ മുങ്ങിക്കുളിച്ച സഹോദരങ്ങള്, എത്രയോ ചെറുപ്പക്കാര്, സഹോദരങ്ങൾ, ഉമ്മമാര്, പടച്ച റബ്ബേ, അല്ലാഹയെ പേടിയില്ലാത്തവരായിട്ട് മാറുമ്പോ, പടച്ച റബ്ബിനെ പേടിയില്ലാതെ, മരണത്തെ പേടിയില്ലാതെ, ഖബറിനെ കുറിച്ച് പേടിയില്ലാതെ, പരലോകത്തെ പേടിയില്ലാതെ, ഹിസാബിനെ കുറിച്ച് പേടിയില്ലാതെ, ഏത് ഹിസാബാണ് ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത് നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 3,82,400 കിലോമീറ്റർ ആണെങ്കിൽ അവിടെ നിന്ന് 400 ഇരട്ടി സഞ്ചരിച്ചാലാണ് സൂര്യനിലേക്ക് എത്തുക. ആ സൂര്യന്റെ ചൂട് വർത്തമാന കാലഘട്ടത്ത് ഈ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ പരലോകത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന മഹ്ശറ, ആ മഹ്ശറയെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തയില്ല, നമുക്ക് പേടിയില്ല. നമ്മൾ അങ്ങനെ തിന്ന് 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 ജീവിക്കുകയാണ്, കുടിച്ച് 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 നമ്മൾ അർമാദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ. ഉറക്ക ആമീൻ പറയണേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാ. എന്തുകൊണ്ടെന്നറിയുമോ? ഇത് പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. എല്ലാത്തിനേക്കാളും ഉപരി പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാ, ഒരു പള്ളി നിർമ്മിക്കുക,
നിർമ്മിച്ചു വെച്ചിട്ട് ആ പള്ളി നിർമ്മാണത്തിന് ശേഷം നമ്മൾ ദുആ ഇറക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ? ആ ദുആക്ക് പടച്ച റബ്ബ് ഇജാബത്ത് കൊടുത്തപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യര് ആ ദുആയുടെ ഇജാബത്തിന്റെ ഫലമായിട്ട് പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അല്ലാഹുവിന്റെ പള്ളി പണിതിട്ടാണ് ദുആ ചെയ്തത് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ ദുആക്ക് പടച്ച റബ്ബ് ഇജാബത്ത് കൊടുത്തില്ലേ? തീർച്ചയാണ് മുഅ്മിനേ, ഏത്